എല്ലാവർക്കും സെഞ്ചിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മോസ്റ്റ് ഓഫ് ദ എക്സാമിനും നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കാണ്. പലർക്കും A+ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മിസ്റ്റേക്ക് കാണിക്കുമ്പോഴാണ്. അപ്പം ആ മിസ്റ്റേക്കൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ മിസ്റ്റേക്സ് എന്താണെന്നും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള ടിപ്സുമാണ് ഇന്നത്തെ പറഞ്ഞു തരുന്നത്. അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. അപ്പോൾ പലരും ആണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യും, ഇന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, അപ്പം ഇന്നതായിരിക്കും ഇന്നത്തെ പറഞ്ഞേക്കുന്നതെന്നുള്ള കണ്ടന്റ് ഇന്നതാണെന്നൊക്കെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതിയിട്ട് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ നോക്കും. അപ്പം അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ക്വസ്റ്റ്യൻ പിന്നീടായിരിക്കും നിങ്ങൾ കാണുന്നത് ഇതല്ല ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ എക്സാം ഹാള് ഇന്ന് കഴിഞ്ഞ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് പോകുമ്പോഴായിരിക്കും നിങ്ങൾ അറിഞ്ഞത്, ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസിന് A, B, C എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടാവും. നിങ്ങൾ എയും ബിയും ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ C കാണില്ല, അത് ചിലപ്പോൾ അപ്പുറത്തെ പേജിലായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കാത്തതിൻ്റെ മെയിൻ പ്രോബ്ലമാണ് ഇവിടെ കാണുന്നത്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രഷറാണ് ഇത് നൽകുന്നത്. ഇപ്പോൾ ഹൈ പ്രഷറാണ്, അപ്പം ചിന്തിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം എക്സാം ടൈം ഉണ്ട്. അപ്പോൾ എക്സാം ടൈമാണ്, അപ്പം എക്സാം ടൈമിനകത്ത് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ഓക്കെ, കൂൾ ഓഫ് ടൈം ഉണ്ട്. അപ്പം കൂൾ ഓഫ് ടൈമിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നല്ല പ്രോപ്പറായിട്ട് വായിക്കുക. അപ്പോൾ എക്സാം ടൈമിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വായിക്കുക ആ കൂൾ ഓഫ് ടൈമിനകത്ത്. ദെൻ അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് നല്ലപോലെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആൻസേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത്ര കാര്യമാണ് നിങ്ങൾ ഫസ്റ്റത്തെ ഇതാണ് ചെയ്യേണ്ട കാര്യം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. ഏത് എക്സാം ആയാൽ പോലെ, ഇപ്പം SSLCക്കുള്ള ആളുകളുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ ചിലപ്പം SSLCക്കുള്ളവർ കാണുന്നുണ്ടായിരിക്കും, +1 കാണുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ +2 കാണുന്നുണ്ടായിരിക്കും. ഇപ്പം മോസ്റ്റ്ലി നിങ്ങൾ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുക എന്നുള്ളതാണ്. ആ വായിച്ചാൽ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പം പോയിന്റ്സ് ആയിരിക്കാം, അതേപോലെ തന്നെ വേർഡ്സ് ആയിരിക്കാം, അതൊക്കെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താലും മതി. ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പേന യൂസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്നും പേന വെച്ച് വരയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, ജസ്റ്റ് പെൻസിൽ വെച്ച് വരച്ചോ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളോട് മായ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ജസ്റ്റ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. ദെൻ അതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എസ്സേ അതുപോലെ തന്നെ ആൻസേഴ്സിനൊക്കെ, മോസ്റ്റ്ലി എസ്സേ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആർത്തോ ആൻസേഴ്സിനും കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആൻസറിനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പ്ലാൻ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ആൻസേഴ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ആൻസേഴ്സ് അല്ലെങ്കിൽ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഇല്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഇതെന്ന് എഴുതിയേക്ക്, ഇതെനിക്ക് ഏകദേശം എന്തൊക്കെയോ അറിയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് എഴുതി വെച്ചേക്കാം. അങ്ങനെ എഴുതി വന്നു കഴിയുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ മറന്നുപോയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിൽക്കും. അത് പിന്നെ ആലോചിച്ചുകൊണ്ട് ആ സമയം ഫുള്ള് നമ്മൾ കളയും. അതിനേക്കാളും പേര് എന്ത് ചെയ്യുക, നമ്മൾ ഈ കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 1 2 3 1 2 3 4 5 6 7 എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോയേക്കാന്ന് നിർത്തിക്കോ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഒന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് പെൻസിൽ വെച്ച് വരച്ചു നിർത്തുക, ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇടുക. അങ്ങനെ പിന്നെ അറിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് എനിക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചെറുതായിട്ട് അറിയാവുള്ളൂ, പിന്നെ ഞാൻ അതുകൊണ്ട് ഡോട്ട് ഇട്ടു. എനിക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നല്ലപോലെ അറിയാം. അപ്പം ഇങ്ങനെയുള്ള അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ദെൻ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം. ഇപ്പം ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എഴുതിക്കും. 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് നല്ലപോലെ അറിയാവുന്ന ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 5 മാർക്കിനുള്ള രീതിയിൽ 3 പേപ്പറൊക്കെ എടുത്ത് അല്ലെങ്കിൽ 3 പേജൊക്കെ എടുത്തിട്ട് എഴുതിയിട്ട് വലിയ കാര്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ആകെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം,
എത്ര ക്വസ്റ്റ്യനകത്ത് എത്ര മാർക്കിനാണ് വരുന്നതെന്നുള്ള അനുസരിച്ച് ഇപ്പം ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതുക. ഇപ്പം ജൂൾ ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ജൂൾ ലോ സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പം കൂളംസ് ലോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കൂളംസ് ലോ മാത്രം ഇവിടെ എന്ത് ചെയ്താൽ മതി, എന്നുവെച്ചാൽ സ്റ്റേറ്റ് ചെയ്താൽ മതി. കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ജൂൾ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം 10th വരുന്നതാണ്. അപ്പം അവർ ഏതാണോ വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഓർത്ത് നോക്കുക. അതിനകത്താണെന്നുണ്ടെങ്കിൽ ആ 2 മാർക്കിനാണ്. അപ്പം 2 മാർക്കിന് ഇത്തരം കാര്യം എഴുതിയാൽ മതി, എന്താണെന്നുള്ള കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. ദെൻ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഇച്ചിരി കൂടി കാര്യങ്ങൾ എഴുതുക. അപ്പം H=I²RT എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് I എന്താണ്, R എന്താണ്, T എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും അതിൻ്റെ യൂണിറ്റിനെ കുറിച്ചും ഒക്കെ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും ഒക്കെ അത് ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂളംസ് ലോനകത്തും അതേപോലെ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടൈപ്പ് രീതി തന്നെ ചെയ്യുക. സോ ഇത് കൂളംസ് ലോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നൊരു കാര്യമാണ് എന്ത് എസ്സേ ടൈപ്പ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കണ്ടന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പം ഒരു 10 മാർക്ക് നിങ്ങൾക്ക് ഇല്ല, മോസ്റ്റ്ലി ഇംഗ്ലീഷിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ 10 മാർക്കും 7 മാർക്കിനൊക്കെ വരാം. ഇപ്പം 10 മാർക്കിനൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ 5 മാർക്കിനൊക്കെ വരുന്നത് മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെയൊക്കെ നിങ്ങൾ മോസ്റ്റ്ലി പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാത്തിൻ്റെയും തന്നെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹിന്ദി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മലയാളം ആണെന്നുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഓരോ ചാപ്റ്റേഴ്സിൻ്റെ എന്ത് ചെയ്യുക, സമ്മറീസ് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചേക്കണം. സമ്മറീസ് എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറീസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചേക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറീസ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഏകദേശം ആ ചാപ്റ്ററിനകത്തുള്ള ഐഡിയ കിട്ടും. ദെൻ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരാൾക്ക് ലെറ്റർ എഴുതിയതാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള നമുക്ക് ഏകദേശം എന്തൊക്കെ ഐഡിയാസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഐഡിയ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ഉണ്ടാക്കിയാൽ മതി. അതാണെന്നുണ്ടെങ്കിൽ ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ 1, 2, 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ വായിച്ച് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് വയ്ക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാർക്കിനായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര മാർക്കിനാണ് വരുന്നതെന്ന് ആദ്യം നോക്കുക. ആ മാർക്കിനനുസരിച്ച് നിങ്ങൾ ഏതിന് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡോട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ അറിയില്ല. അതിനാണ് എന്ത് ചെയ്യുക, ഇച്ചിരി കൂടി കൂടുതൽ നേരം ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മോസ്റ്റ്ലി 15 മിനിറ്റ് ആണ് എന്ത് വരുന്നത്, കൂൾ ഓഫ് ടൈം വരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ കൂൾ ഓഫ് ടൈം അത്രയും നേരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയും നേരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ നോക്കുക. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം അല്ലാത്ത രീതിയിലൊക്കെ പോകും, ഒപ്പിടാനും അതുപോലെ തന്നെ വേറെ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതാനും ആ ടൈപ്പ് രീതിയിലൊക്കെ നിങ്ങൾക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ മോസ്റ്റ്ലി ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബേസില്ലാതെ നിങ്ങൾ എന്ത് എഴുതണം എന്നറിയാതെ എഴുതുന്നേക്കാളും ഭേദമാണ് എന്തെന്ന് പറയുന്നത് ഏകദേശം ജസ്റ്റ് ഒരു പ്ലാൻഡ് ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ പ്ലാൻഡ് ആയി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആഡ് ചെയ്യാൻ പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തന്നെ പെട്ടെന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലർ മിസ്റ്റേക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ റൗണ്ട് ചെയ്യാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചിലർ ലാസ്റ്റ് കൊണ്ട് എഴുതി വയ്ക്കും. കാരണം അത് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമുക്കിപ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് ആദ്യം ചെയ്ത് വെച്ചേക്കാം. അതാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേത് എഴുതാൻ സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ അറിയാവുന്നത് എനിക്ക് 1, 4 അതുപോലെ തന്നെ 6 അറിയാമെന്ന് എഴുതിക്കോ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം എഴുതും. അതെങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ആദ്യമേ 1 എഴുതും, പിന്നെ 4 എഴുതും, പിന്നെ എന്ത് ചെയ്യും 6 എഴുതും. കാരണം ആ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് തന്നെ എഴുതണം. കാരണം ടീച്ചേഴ്സിനാണ് അത് റീഡ് ചെയ്യാനും എളുപ്പത്തിന് റീഡ് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. കാരണം ടീച്ചേഴ്സ് നോക്കുമ്പം ഞാൻ ആദ്യം 6 എഴുതി, എന്നാൽ പിന്നെ അടുത്ത ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 4 എഴുതിയേക്കാം. അതിനുശേഷം ഞാൻ 3 എഴുതിയേക്കാം. അതിനുശേഷം ഞാനൊന്ന് 7 എഴുതിയേക്കാം. അതിനുശേഷം 9ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയേക്കാം. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിയുമ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൻസർ പേപ്പറെ.
അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഈ രീതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് 1, 4, 6 ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിലാണ് പോയേക്കുന്നത്. അപ്പം അതാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾ നോക്കുക. ദെൻ ആദ്യം തന്നെ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ നോക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പാടുള്ള ക്വസ്റ്റ്യൻസ്, അതിനുശേഷം നിങ്ങൾ പാടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. അപ്പം നിങ്ങളിവിടെ ചെയ്യുമ്പോൾ തന്നെ ടൈം അലോക്കേറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഇനിയാണ് ഇവിടെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം അലോക്കേറ്റ് ചെയ്യണ കാര്യം. പലരാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാരി വലിച്ച് എഴുതി 2 പേജിനകത്തൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചിന്തിച്ചൊക്കെ ഇരുന്ന് എത്ര ടൈമൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറയും, അയ്യോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറിയാവുന്നതായിരുന്നു, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ അറിയാവുന്നതായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല, ടൈം എന്ത് രീതിയില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയാറില്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാറില്ലേ, ഇച്ചിരി കൂടെ ടൈം കിട്ടിയായിരുന്നെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എഴുതാൻ പറ്റിയേനെ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് അതിനകത്ത് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും പറയുന്ന ഡയലോഗാണ്. അപ്പം ആ ഡയലോഗൊക്കെ മാറ്റി വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റണ്ണിങ് ആഫ്റ്റർ ടൈം എന്ന് വേണമെങ്കിൽ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടുള്ള മെയിൻ പ്രോബ്ലം ആണത്. ഇപ്പം 2 മാർക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്ത് തീർക്കുമെന്ന് പറയാം. അപ്പം 2 മാർക്കിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ ആണെന്ന് എഴുതിക്കോ. അപ്പം അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 6 മിനിറ്റിനകത്തുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ 5 മിനിറ്റിനകത്ത് ഞാൻ 3 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിലോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ എസ്സേക്ക്, ഇപ്പോൾ എസ്സേ എന്ന് പറയുന്നത് ഏകദേശം 2 ക്വസ്റ്റ്യൻ ആണ് എസ്സേയുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 15 മിനിറ്റിനകത്തുള്ളിലാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിനകത്തോ, അല്ലെങ്കിൽ ഒരു എസ്സേ ഞാൻ 15 മിനിറ്റിനകത്ത് തീർക്കും, അടുത്ത എസ്സേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത 15 മിനിറ്റിനകത്ത് തീർക്കും. ആ ടൈപ്പ് രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. അങ്ങനെ അതൊക്കെ ചെയ്യേണ്ട ടൈമാണ് എന്ത്, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈം ചിലർ മോസ്റ്റ്ലി പാഴായി കളയും. അപ്പോൾ അടുത്തുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കും, ഓക്കെ, അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക. ചിലർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ തരും. ഇപ്പം കൂൾ ഓഫ് ടൈമിനൊക്കെ മുമ്പ് തന്നെ രജിസ്ട്രേഷൻ നമ്പർക്ക് എഴുതാൻ പറഞ്ഞുകൊണ്ട് ആൻസർ ഷീറ്റിനകത്ത് എഴുതാൻ ഒക്കെ തരാറുണ്ട്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ താമസിച്ചായിരിക്കും തരുന്നത്. അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും, അത് വേറൊരു കാര്യം. ദെൻ നിങ്ങൾ കൂൾ ഓഫ് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം മോസ്റ്റ്ലി കിട്ടും, തരുന്നതാണ്. അത് തരണം എന്നാണ് നിയമം, പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചില സ്കൂളുകളിലുള്ള അവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. then അതിനുശേഷം എന്താണ്, പലരും ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു, ഏകദേശം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അന്നത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യം തന്നെ എക്സാം എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ് റൂം അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഹാളിൽ നിന്ന് അങ്ങ് പോകും. ഓക്കെ, ഇവർ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ കൂടെ ഉണ്ടാക്കും. ഇവനൊക്കെ എഴുതി കഴിഞ്ഞല്ലോ, ഞാൻ എഴുതി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളുകൾ ചിന്തിക്കും. അപ്പം അങ്ങനെയുള്ള ടെൻഷനൊക്കെ എന്ത് ചെയ്യുക, ഈ ടൈം മാറ്റി വെച്ചിട്ട് എഴുതാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എഴുതണ കണ്ടിട്ട് അവർ പെട്ടെന്ന് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കഴിയണമെന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള പോക്ക് നിങ്ങൾ അവസാനിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ടൈമാണ്. ഇപ്പോൾ 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ, 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂർ, അല്ലെങ്കിൽ 3 മണിക്കൂറായിരിക്കാം. അല്ലെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് കിട്ടിയ ടൈമാണ്, അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തിനാ ടൈം കളയണമെങ്കിൽ എനിക്ക് അടുത്ത ഈ എക്സാം കഴിഞ്ഞല്ലോ, ഇനി അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റിൽ നിങ്ങൾ നിൽക്കണ്ടേ. ഇപ്പോൾ പ്രസന്റിൽ ചിന്തിക്കുക, ആ പ്രസന്റിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് 2 മണിക്കൂറുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ എഴുതിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നല്ലപോലെ തറവായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് തിരുത്തി നോക്കുക. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതൊക്കെ മാറിപ്പോവാം. അപ്പം ഇതിനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മാർക്കാണ് പോകുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ ടൈമിൽ നിങ്ങൾ നല്ലപോലെ റീഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഇനി ഏതാ മറന്നിട്ടുണ്ടോ. ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 2 3 4 5 എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പറിനകത്ത് എനിക്ക് 2ഉം 2ഉം അറിയാമെന്ന് എഴുതിക്കും. ഇപ്പം ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ ഇന്നത്തെ ആൻസർ പേപ്പർ ആണെന്ന് എഴുതിക്കും. ആൻസർ പേപ്പറിനകത്ത് മണ്ണിട്ടിട്ട് ഞാൻ റൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ രീതിയിൽ ജസ്റ്റ് ഒന്നാണെന്നുണ്ടെങ്കിൽ വെട്ടിക്കളയണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ടോട്ടൽ അന്നത്തെ ഓൾ ഓഫ് ദം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ
ഓൾ ഓഫ് ദം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ രണ്ടെണ്ണം ഒള്ളി ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഒള്ളി ആണോ, ആ ടൈപ്പ് രീതിയിൽ, അല്ലെങ്കിൽ 3 ആണോ, അല്ലെങ്കിൽ 5 എണ്ണം ഉള്ളോ, ആ ടൈപ്പ് രീതിയിൽ എത്ര എണ്ണം. ഇപ്പം ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻസ് ചിലപ്പം നിങ്ങളോടാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഉള്ളി എന്നുള്ള രീതിയിൽ വരും. 5 ഉള്ളി നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ആ ടൈപ്പ് രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് 1 വേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവിടെ മാർക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റെന്ന് എഴുതിക്കോ. ഇപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ 5 വരെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, 7 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എഴുതി, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ. ഓക്കെ, ഇവിടെ 6ഉം 7ഉം കൂടി ഉണ്ടെന്ന് എഴുതിക്കോ. ഇവിടെ 6ഉം 7ഉം കൂടി ഉണ്ടെന്ന് എഴുതിക്കോ. ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിനകത്താണെന്നുണ്ടെങ്കിൽ 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ ഞാൻ ആദ്യത്തെ 5 എണ്ണം ഞാൻ എഴുതി കഴിഞ്ഞു, പിന്നെ 6ഉണ്ട് 7ഉണ്ട്, അത് ഞാൻ എഴുതുന്നില്ല എന്ന് കരുതിയെന്ന് എഴുതിക്കോ. എന്തെങ്കിലും കാരണം വന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ മാർക്ക് പോവാന്ന് എഴുതിക്കോ. ഇവിടുത്തെ ഇതിനകത്ത് നിങ്ങൾക്ക് 0 മാർക്കാ, ഇതിനകത്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 0 മാർക്കാന്ന് എഴുതിക്കോ. 0 മാർക്ക് കിട്ടി. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് അങ്ങ് പോവുക. പക്ഷെ നിങ്ങൾ ഇത് രണ്ടും അറ്റൻഡ് ചെയ്തെന്ന് കരുതിക്കോ. ഇതിനകത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റോങ് ആയിരിക്കും, റോങ് ആവാൻ ചാൻസ് ഉണ്ട്, മോസ്റ്റ്ലി അങ്ങനെ വരുന്നത്. അങ്ങനെ റോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഇവിടേക്ക് കിട്ടും. അപ്പം നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഗുണം, ഫുൾ A+ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള എക്സ്ട്രാ ടിപ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. കാരണം ഇതൊക്കെ നിങ്ങൾ മോസ്റ്റ്ലി വരുന്ന മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ A+ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇപ്പോൾ എക്സാം പേപ്പർ ഏതാണെന്ന് എഴുതിക്കോ. ഇതാണ് ഒരു എക്സാം പേപ്പർ ആണെന്ന് എഴുതിക്കോ. എക്സാം പേപ്പർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ABCDEFG എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ എഴുതുക. അതിനുശേഷം പിന്നെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിനകത്ത് ഇങ്ങനെ എഴുതി ഓർത്തൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ മോസ്റ്റ്ലി ആദ്യത്തെ 2-3 പേജ് ആ പേജിനകത്ത് നല്ല നീറ്റായിട്ട് എഴുതുക. അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ആ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ നല്ല കീപ്പ് ചെയ്യുക. ദെൻ അതിനുശേഷം ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ അത്രയ്ക്ക് പോകണ്ട, എന്നാൽ പോലും നിങ്ങൾ ഇച്ചിരി ഒത്തിരി രീതിയിൽ നല്ല നീറ്റ് ഇല്ലെങ്കിലും പോലും ഇച്ചിരി ഹാൻഡ് റൈറ്റിങ്ങിനകത്ത് ഇച്ചിരി മോശമാണെന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ 3 പേജിനകത്ത് നിങ്ങൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം കേട്ടോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പം അത് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കണം. ദെൻ അതിനുശേഷം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചിലപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. നിങ്ങളിപ്പോൾ എത്രയിലായിരിക്കും, നിങ്ങളാണെന്നുണ്ടെങ്കിൽ SSLC ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെയും സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് അത്ര ഇമ്പോർട്ടൻസ് ടീച്ചേഴ്സ് ചിലപ്പം നൽകാൻ ചാൻസ് കുറവായിരിക്കും. എസ്പെഷ്യലി മലയാളം മീഡിയത്തിലുള്ളവർക്കാണ് അത് ഇംഗ്ലീഷിനകത്ത് വരുമ്പം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് മലയാളത്തിനും ചിലപ്പം ആ രീതിയിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി അങ്ങനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ SSLC അല്ലെങ്കിൽ 10th ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കണ്ണടച്ച് വിട്ടു എന്നൊക്കെ വരും. പക്ഷെ +1 +2 അങ്ങനെയല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ല രീതിയിൽ മാർക്ക് കുറയ്ക്കും. ഓക്കെ, 10th-നാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്ക് കുറയ്ക്കില്ല എന്നല്ല, മാർക്ക് കുറയ്ക്കും. പക്ഷെ ഇവരുടെ അത്രയും രീതിയിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പിടിച്ചല്ല മാർക്ക് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ വാല്യുവേഷൻ ഒന്നുമില്ല. അപ്പം ആ രീതിയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കണ്ടെത്തി തിരുത്താൻ നോക്കുക. ഇപ്പോൾ തന്നെ എല്ലാം അതിനുള്ള ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ്ഡ് ആവുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ ടൈം ഒക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ ആ ടൈമിനകത്തൊക്കെ എന്ത് ചെയ്യുക, ഈ വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ വേറെ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വരുന്നതായിരിക്കും. ഇതാണ് മോസ്റ്റ് ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഇത്ര നാളൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ
ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ 10-ലാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ എഴുതിയ എക്സാമിനകത്ത് ഇപ്പം ഓണം എക്സാം ആവാം, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആവാം, ഏത് എക്സാം ആയിക്കോട്ടെ, ആ എക്സാമിനൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ വേറെ ഒരാൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ മിസ്റ്റേക്സ് അല്ല, നിങ്ങൾക്ക് ഏത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫ്രീ മെൻറ്റർഷിപ്പ് തരുന്നുണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ്ലി SSLCക്കാണ്. ഇപ്പോൾ SSLCക്ക് മാത്രമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ആൻഡ് SSLCനകത്ത് പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ്, ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി, മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പിന്നെ ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ആ ടൈപ്പ് രീതിയിൽ എന്ത് മാത്സ് ഉണ്ടല്ലോ, മാത്സ്. ഓക്കെ, അപ്പോൾ മാത്സ് ആ ടൈപ്പ് രീതിയിൽ എന്ത് സബ്ജക്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ്, ഈ സബ്ജക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 120 മാർക്കിൻ്റെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 120 മാർക്കിന് എല്ലാ സബ്ജക്റ്റിനകത്തും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയാം, അത് ഞാൻ വേണം ചെയ്യാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ അതല്ലാതെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന് ഇതിൻ്റെയൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് വഴി ഞാൻ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്തു തരാം. അതിന് നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങളൊരു പൈസയും നിങ്ങൾ നൽകണ്ട, എല്ലാം ഫ്രീ ആണ്. ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.